ഇന്ത്യ മുന്നണി തകർന്നോ അതോ ഇന്ത്യ മുന്നണി നിർവീര്യമാകുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ചർച്ചകളാണ് ഇപ്പം നമ്മുടെ നാഷണൽ ഇംഗ്ലീഷ് ഹിന്ദി ചാനലുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിലുമൊക്കെ ചില മാധ്യമങ്ങൾ ഇന്ത്യ മുന്നണി നിർവീര്യമാകുകയാണോ എന്നൊക്കെ ചോദിച്ച് ചർച്ച നടത്തിയിരുന്നു. ഇന്നലെ ഞാൻ റിപ്പോർട്ടർ ചാനലിൻ്റെ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൊക്കെ അത്തരത്തിലുള്ളൊരു ചർച്ച കണ്ടു. അപ്പോൾ ഈ ചർച്ചയിലേക്ക് അടിസ്ഥാനം എന്ന് പറയുന്നതിന് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി അതിനിശിതമായി അരവിന്ദ് കെജ്രിവാളിനെ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രമുഖ നേതാവാണ്. അദ്ദേഹം മദ്യനയ കേസുമായിട്ട് ജയിലിൽ പോയപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ ഇത് അകാരണമായി ജയിലിലടക്കുകയാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ച ഒരാളാണ്, അല്ലെങ്കിൽ സംസാരിച്ച ഒരാളാണ്. പക്ഷേ നമുക്കറിയാം അജയ് മാക്കനെ പോലെയുള്ള അവിടുത്തെ പ്രസിഡൻ്റൊക്കെ അടക്കം, അതായത് ഡൽഹി PCC പ്രസിഡൻ്റ് അടക്കമുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള നേതാക്കന്മാരടക്കമുള്ള ആളുകളൊക്കെ തന്നെ വലിയ തോതിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഒരു അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം ഇപ്പോൾ ഡൽഹി ഇലക്ഷനാണ്. അപ്പോൾ ഡൽഹി ഇലക്ഷനിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് വളരെ ചെറിയൊരു ചോയ്സേ അവിടെ ഉള്ളൂ. കാരണം ഒന്നുകില്ലെങ്കിൽ സംഘടന അവിടെ വേണ്ടെന്ന് വെക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ അത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അരവിന്ദ് കെജ്രിവാളിനെ എതിർക്കുക എന്നുള്ളൊരു ഓപ്ഷനേ അവരുടെ മുമ്പിലുള്ളൂ. അതവർ അവിടെ ഭംഗിയായി ചെയ്യുന്നു. കാരണം ഇത്തരം പ്രാദേശികമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഒരു ഇന്ത്യ മുന്നണിയുടെ പ്രസക്തി ഒട്ടുമില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അത് കോൺഗ്രസ് അവിടെ ചെയ്യേണ്ട കാര്യമാണ്. അതല്ലെങ്കിൽ അവർക്ക് വേറൊരു വഴിയും ചെയ്യാനില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ ഇത്തരത്തിൽ ഇപ്പം നമ്മൾ കിഴക്കമ്പലം പഞ്ചായത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ, അല്ലെങ്കിൽ നമുക്കറിയാം ചാലക്കുടിയിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ 2020 മത്സരിക്കുകയല്ലാതെ വേറെ വഴിയില്ല. മത്സരിച്ചതുകൊണ്ട് അവർ ജയിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവരുടെ വോട്ടുകൾ അല്ലെങ്കിൽ അവർക്ക് വേറെ ആരെങ്കിലും പിന്തുണച്ചാൽ അവരുടെ പാർട്ടിക്ക് വളരാൻ കഴിയില്ല. അതുകൊണ്ട് മറ്റ് ഈ പറയുന്ന CPM സഹായിക്കലാകുമോ അല്ലെങ്കിൽ അത് BJP സഹായിക്കലാകുമോ ഒന്നും നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ മത്സരിക്കുക മാത്രമേ വഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ തന്നെ യഥാർത്ഥത്തിൽ പലരും പറയും ശ്രീനിജൻ മത്സരിക്കുമ്പോൾ അവർ കൂടി വോട്ട് പിടിച്ചതുകൊണ്ടാണ് ശ്രീനിജൻ ജയിച്ചത്. ശരിയാണ്. പക്ഷെ അവർക്ക് വേറെ വഴിയില്ല. ദേ ഡോണ്ട് ഹാവ് എനി അതർ ചോയ്സ്. അവർ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ പങ്കെടുക്കുകയും കൃത്യമായി മത്സരിച്ച് അവരുടെ വോട്ടുകൾ കരസ്ഥമാക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. അല്ലെങ്കിൽ നിരുപാധികമായിട്ടുള്ള പിന്തുണ വേറെ ആർക്കെങ്കിലും കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് പാർട്ടിയെ ക്ഷീണിപ്പിക്കുന്നതിന് മാത്രമേ കാരണമാകൂ. അപ്പോൾ അതുകൊണ്ട് ഡൽഹിയിൽ കോൺഗ്രസ്സിന് വേറെ ഓപ്ഷൻ ഒന്നുമില്ല, മത്സരിച്ചേ പറ്റൂ. പക്ഷേ കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനു മുമ്പ് സംഘടനാപരമായ ശക്തി വീണ്ടെടുക്കുന്നതിന് ശ്രമിക്കേണ്ടതായിരുന്നു. അത് എത്രത്തോളം ശ്രമിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏതാണ്ട് 9% വോട്ട് കിട്ടിയെങ്കിൽ തൊട്ട് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 4.5% വോട്ടുകൾ മാത്രമാണ് കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കോൺഗ്രസിൻ്റെ ശക്തി ക്ഷയിച്ചു വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഡൽഹിയിൽ അവർക്ക് വേറെ ചോയ്സ് ഒന്നുമില്ല. പിന്നെ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഈ ചോദ്യം വരാനുള്ള അടുത്ത കാരണമെന്ന് പറയുന്നത് നമുക്കറിയാം, നാഷണൽ കോൺഫറൻസിൻ്റെ ലീഡർ, ആ നാഷണൽ കോൺഫറൻസിൻ്റെ ലീഡർ ഒമർ അബ്ദുള്ളയാണ്. യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് വൈസ് ഒരു അലയൻസ് ഉള്ള ഒരു സ്ഥലമാണ് ജമ്മു കാശ്മീർ എന്ന് പറയുന്നത്. അവിടെ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഒക്കെ ചേർന്നാണ് ഭരിക്കുന്നത്. കാരണം അവിടെ ഒരു അലയൻസ് ഉണ്ട്. ആ അലയൻസിൻ്റെ ലീഡർ തന്നെ ഈ ഇന്ത്യ മുന്നണിയുടെ പ്രസക്തി എന്താണ്, അതിനെ ആര് നയിക്കും, അതിൻ്റെ അജണ്ട എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പലപ്പോഴും വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. അത് തന്നെ ഈ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ രണ്ടാമത്തെ കാരണമാണ്. മൂന്നാമത്തെ കാരണം നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാം, മമതാ ബാനർജിയും ലല്ലു പ്രസാദ് യാദവും ശരത് പവാറും ശിവസേനയും ഒക്കെ തന്നെ രാഹുൽ ഗാന്ധിക്ക് പകരം നയിക്കാനായിട്ട് മമതാ ബാനർജി വന്നാൽ നന്നാകും എന്നുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തി. അപ്പോൾ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളൊക്കെ കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ശിഥിലമായോ എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നിന്നതുപോലെ തന്നെ ഒരിക്കലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ എല്ലാം തന്നെ കോൺഗ്രസ് സ്വന്തം സംഘടന വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല. പകരം അവരുടെ ശക്തി ഉപയോഗിച്ച് അവർ മത്സരിച്ചേ പറ്റൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ തമിഴ്നാട്ടിലാണെങ്കിലും പുതുച്ചേരിയിലാണെങ്കിലും വെസ്റ്റ് ബംഗാളിലാണെങ്കിലും ആസാമാണെങ്കിലും ഇത്തരത്തിൽ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും മാത്രമേ ഒരു ഇന്ത്യ മുന്നണിയായിട്ടുള്ള ഒരു മത്സരത്തിന് സാധ്യതയുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും അത്തരത്തിലുള്ള സാധ്യതകളില്ല. അത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്, അവരുടെ രാഷ്ട്രീയത്തിൻ്റെ വലിയ വൈരുദ്ധ്യമാണ്. കാരണം അവരുടെ പാർട്ടി വളർത്തണമെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ അവർ BJP എതിർക്കുകയും അതേസമയം തന്നെ അവർ സ്റ്റേറ്റ് വൈസിലേക്ക് വരുമ്പോൾ അവരുടെ ഒപ്പം നിൽക്കുന്ന പാർട്ടികളെയും അവർ എതിർക്കേണ്ടി വരികയും ചെയ്യും എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അത് കോൺഗ്രസിന് ചെയ്യാതെ വേറെ വഴിയില്ല.
അത് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾക്കും ചെയ്യാതെ വേറെ വഴിയില്ല. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമാജ്വാദി പാർട്ടി അവിടെ യഥാർത്ഥത്തിൽ കോൺഗ്രസുമായിട്ടൊരു സീറ്റ് ഷെയറിംഗ് വരുന്നു. അപ്പോൾ ആ സീറ്റ് ഷെയറിംഗ് വന്നാൽ നടക്കാൻ സാധ്യതയുള്ളത് ഉത്തർപ്രദേശിൽ മാത്രമാണ്. ഉത്തർപ്രദേശിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നുകൊണ്ട് വലിയ വിജയമുണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷേ സീറ്റ് ഷെയറിങ്ങിലേക്കൊക്കെ വരുമ്പോൾ അവിടെ വലിയ പ്രശ്നമുണ്ടാകും. പക്ഷേ ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു കാര്യം സാധ്യമേ അല്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ മാത്രമേ ഇതിൻ്റെ സാധ്യതകളുള്ളൂ. പക്ഷേ ഇതിനേക്കാൾ ഉപരി കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ സഖ്യത്തെ അവർ തന്നെ നയിക്കാനും അവർ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിക്കേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അവരുടെ സംഘടനകൾ ഓരോ സ്ഥലത്തും ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഞാൻ പറയും. ഇപ്പോൾ യഥാർത്ഥത്തിൽ ബംഗാളിൽ മമതാ ബാനർജിക്ക് ഈ കോൺഗ്രസിൻ്റെ പിന്തുണയൊന്നും ആവശ്യമില്ലാതെ തന്നെ BJPയെ തോൽപ്പിക്കാൻ കഴിയുമെന്നും അവർക്കവിടെ ജയിക്കാൻ കഴിയുമെന്നുമുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും കോൺഗ്രസിനെ ഡിപ്പെൻഡ് ചെയ്യൂ. ഇല്ല. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് നല്ല ഉറപ്പുണ്ട് 100% അവർക്കവിടെ ജയിക്കാമെന്നും കോൺഗ്രസിൻ്റെ സഹായം ആവശ്യമില്ലെന്നുള്ളത്. ആ ഉറപ്പ് വരുത്തുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവർ കോൺഗ്രസുമായിട്ടൊരു സഖ്യത്തിലാവാത്തത്. ഇത് തന്നെയാണ് ഹരിയാനയിൽ കോൺഗ്രസ് ചെയ്തത്. കാരണം ഹരിയാനയിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ജയിക്കാമെന്ന് പറയുന്നൊരു തോന്നലുണ്ടായി. പക്ഷെ മണ്ഡൽ തീരുമാനമായി പോയി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ 5-5 10 MP-മാരാണ് അവിടെ നിന്നുള്ളതെങ്കിൽ 5 MP-മാർ കോൺഗ്രസിനും 5 MP-മാർ BJPക്കുമാണ് കിട്ടിയതെങ്കിൽ പോലും അവിടെ വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ടാക്കി പോലും നിയമസഭാ സീറ്റുകളുടെ കണക്കെടുത്താൽ 44-ഉം 46-ഉമായിരുന്നു. 46 സീറ്റിലേക്ക് അവിടെ വിജയിച്ചത് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ. പക്ഷെ അത്രയും നാരോ മാർജിനിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവിടെ ശരിക്കും ആം ആദ്മി പാർട്ടിയുമായിട്ട് സഖ്യമുണ്ടാക്കാമായിരുന്നു. പക്ഷെ അത് കോൺഗ്രസ് ചെയ്തില്ല. കോൺഗ്രസിന് അമിതമായ ആത്മവിശ്വാസം കൊണ്ട് അവിടെ വലിയ തിരിച്ചടിയേറ്റു. ഇനി അതേപോലെ തന്നെ കോൺഗ്രസ് ശ്രദ്ധിക്കാത്തതുകൊണ്ട് വലിയ തിരിച്ചടിയേറ്റ ഒരു സ്റ്റേറ്റാണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് മറ്റേ വോട്ടിംഗ് മെഷീനെ കുറ്റം പറയാം, അല്ലെങ്കിൽ വോട്ട് ചെയ്ത ആളുകളെ കുറ്റം പറയാം. പക്ഷെ ഇതൊന്നും കൊണ്ട് കാര്യമില്ല. ഈ 2 വലിയ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ തോറ്റു എന്നുള്ളപ്പോൾ തന്നെ കോൺഗ്രസ്സിലുള്ള വിശ്വാസം ആളുകൾക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ 2ഇടത്തും സ്വന്തം സംഘടന എന്നുള്ള നിലക്ക് സ്ട്രോങ് ആയി വളരെ കൃത്യമായി പെർഫോം ചെയ്യാൻ ഇവർക്ക് കഴിയേണ്ടതായിരുന്നു. അത് കഴിഞ്ഞില്ല. ആ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പരാജയം. അതിന് കോൺഗ്രസ് ചെയ്യേണ്ടത് ഓരോ സംസ്ഥാനങ്ങളിലും അവരവരുടെ സംഘടനാ ബലത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പം ഇനിയിപ്പോൾ അടുത്തത് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടെന്ന് വിചാരിക്കും. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എൻ്റെ വിശ്വാസം 2027 അവിടെ തെരഞ്ഞെടുപ്പ് വരികയാണ്. 2027 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള തേജസ്വി യാദവും അല്ലെങ്കിൽ ലല്ലു പ്രസാദ് യാദവും പോലെയുള്ള ആളുകൾ കോൺഗ്രസിനെ തടയാനാണ് സാധ്യത. കാരണം കോൺഗ്രസിൻ്റെ ബലം അത്രത്തോളം സ്ട്രോങ് അല്ല, അല്ലെങ്കിൽ അവർക്ക് അത്രത്തോളം വലിയ തോതിലുള്ള സംഭാവന നൽകാൻ കഴിയില്ല എന്ന് പറയുന്ന തോന്നൽ അവിടെ കഴിഞ്ഞ തവണ തന്നെ വലിയ പരാജയത്തിൽ നിന്ന് കോൺഗ്രസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് കോൺഗ്രസ് പഠിക്കേണ്ടത് കോൺഗ്രസിൻ്റെ പല തീരുമാനങ്ങളും തെറ്റാണ്. സ്റ്റേറ്റ് ലെവലിൽ എടുത്തിട്ടുള്ള പല പോളിസികളും തെറ്റാണ്. നേരത്തെ പഞ്ചാബിൽ അമരീന്ദർ സിംഗിനെ മാറ്റി സിദ്ധുവിനെ ഏൽപ്പിച്ചതുപോലെയുള്ള പല മണ്ടത്തരങ്ങളും കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മധ്യപ്രദേശിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചു വലിയ ആത്മവിശ്വാസത്തോടെ എന്ന് പറയുന്ന വലിയ അബദ്ധമാണ് കാണിച്ചത്. രാജസ്ഥാനിൽ ഏതാണ്ട് അതുപോലെയുള്ള അബദ്ധമാണ് കാണിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള അബദ്ധങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് കാണിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. പക്ഷേ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ പേര് പറഞ്ഞ് കോൺഗ്രസ്സിന് ഒരു സംസ്ഥാനത്തും മത്സരിക്കാതിരിക്കാനോ കൂടെയുള്ള ഘടകകക്ഷികളെ എതിർക്കാതിരിക്കാനോ കഴിയില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചോളം അങ്ങനെയാണെങ്കിൽ ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസ് ഇല്ലാതാകുന്നതിനത് കാരണമാകും. അത് ആത്മഹത്യാപരമായ തീരുമാനമായിരിക്കും. അതുകൊണ്ട് ഡൽഹിയിൽ തീർച്ചയായിട്ടും ഇപ്പോൾ 4% വോട്ട് 8.5% ആക്കി, അല്ലെങ്കിൽ 7%, 8% ഉയർത്താൻ അവർ മത്സരിച്ചേ പറ്റൂ. അങ്ങനെ 8%, 9% മത്സരിച്ച് അവരുടെ വോട്ട് വിഹിതം ഒരു 15% ഉയർത്തിയാൽ തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടിയുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും പാർട്ടി, അവിടെ BJP മാത്രമേ ഉള്ളൂ, പക്ഷേ ആം ആദ്മി പാർട്ടിയുമായിട്ടോ അവരെന്ത് ചെയ്യേണ്ടി വരും? തീർച്ചയായിട്ടും ഒരു സഖ്യത്തിന് ആം ആദ്മി പാർട്ടി കൂടി തയ്യാറാവും. അപ്പോൾ അത്തരത്തിൽ സ്വന്തം ബലം വർദ്ധിപ്പിച്ചുകൊണ്ടല്ലാതെ ഈ മുന്നണിയെ ഒരു കാരണവശാലും കോൺഗ്രസ്സിന് നേതൃത്വപരമായി നയിക്കാൻ കഴിയില്ല എന്നുള്ളത് കോൺഗ്രസ് ആദ്യം മനസ്സിലാക്കണം. ഇനി ഒരു കാര്യം കൂടി പറയാം. അലയൻസായി നിൽക്കുമ്പോഴും കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ അലയൻസായി നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മഹാരാഷ്ട്രയിൽ BJP ചെയ്തത് എന്താണെന്ന് നിങ്ങൾ നോക്കൂ. BJP അവിടുത്തെ ഒരു ജൂനിയർ പാർട്ട്ണറായിരുന്നു. ആ ജൂനിയർ പാർട്ട്ണറിൽ നിന്നും അവർ കുറച്ചുകൂടി ശക്തിയുള്ള പാർട്ട്ണറായി. ആ ശക്തിയുള്ള പാർട്ട്ണറായി മാറിയപ്പോഴും അവർ മുഖ്യമന്ത്രി സ്ഥാനം ഷിൻഡേക്ക് വിട്ടുകൊടുത്തു. ആ ഷിൻഡേക്ക് വിട്ടുകൊടുത്തതിന് ശേഷം ഇപ്പോൾ അവർ ഒരു കാരണവശാലും അവരില്ലാതെ ഭരിക്കാൻ കഴിയാത്ത, വേണമെങ്കിൽ ഒറ്റക്ക് തന്നെ ഭൂരിപക്ഷം നേടാൻ കഴിയുന്ന ഒരു പാർട്ടിയുടെ സ്ട്രെങ്ത്തിലേക്ക് അവർ മഹാരാഷ്ട്രയിലെത്തി. അപ്പോൾ അത്തരത്തിൽ
സ്വന്തം പാർട്ടികൾ ഒരു ജൂനിയർ പാർട്ണറായി നിന്നുകൊണ്ട് പോലും അങ്ങേയറ്റത്തെ വളർത്താനുള്ള കഷ്ടപ്പാടും പരിശ്രമവും നടത്താൻ കഴിയുന്ന ആളുകളെ AICCയുടെ നേതാക്കന്മാരുമായും അതിനുള്ള സംഘടനാ സ്ട്രക്ചറുമൊക്കെ ഡെവലപ്പ് ചെയ്യാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കേണ്ടത്. ഇപ്പോഴുള്ള വിമർശനങ്ങളെയൊന്നും നേരിടാനല്ലാതെ കഴിയില്ല. അങ്ങനെ ശ്രമിച്ചാൽ 2024 കഴിഞ്ഞ് 2029 എത്തുമ്പോൾ കഴിഞ്ഞ തവണ ഏതാണ്ട് 50 സീറ്റിൽ നിന്ന് 99 സീറ്റിലേക്ക് വർദ്ധിപ്പിച്ചതുപോലെ ആ 99 സീറ്റിൽ നിന്ന് വേണമെങ്കിൽ ഒരു 200 സീറ്റിലേക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. അതിനുള്ള ഏക വഴി കൃത്യമായി ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് സമരങ്ങൾ ഏറ്റെടുത്തുകൊണ്ടും സംഘടനാ സ്ട്രക്ചർ ശക്തിപ്പെടുത്തിക്കൊണ്ടും ശക്തിപ്പെടുത്താൻ വേണ്ടി പണിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. അങ്ങനെ ചെയ്തുകൊണ്ട് വളരെ ശക്തിയുക്തം ഓരോ സ്റ്റേറ്റുകളിലും മത്സരിക്കുക കൂടി വേണം. ഇതല്ലാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് ഈ പ്രോസസ്സൊക്കെ കൊണ്ട് ഇന്ത്യ മുന്നണി നിർവീര്യമാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അടുത്ത 2029 ലോക്സഭയിലേക്ക് വരുമ്പോൾ ഇത് കുറേ കൂടി ശക്തിയോടുകൂടി മുമ്പോട്ട് വരും ഇത്തരത്തിലുള്ള ഒരു അലയൻസ്. കാരണം ഒറ്റക്കൊറ്റക്ക് ഏതെങ്കിലും പ്രാദേശിക പാർട്ടികൾ നിൽക്കാമെന്ന് വിചാരിച്ചാൽ അവരെ BJP വിഴുങ്ങുകയോ അല്ലെങ്കിൽ BJP ആ സ്റ്റേറ്റിൽ വലിയ അപ്രമാദിത്വത്തോടുകൂടി അധികാരത്തിൽ വരികയോ ചെയ്യും എന്ന് മാത്രമല്ല മറ്റ് നിരവധി പ്രശ്നങ്ങൾ ഇവർ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന BJPയിൽ നിന്ന് അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഒരു നാച്ചുറൽ ചോയ്സായി ഒരു സ്വാഭാവികമായിട്ട് കൂടെ നിൽക്കുക എന്നുള്ള പോലെ ഇന്ത്യ അലയൻസും ഇന്ത്യ മുന്നണിയും 2029 വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാതെ ഇപ്പോഴുള്ള താൽക്കാലികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല.